ഹായ്. അടുത്തിടെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഷെയ്ൻ നിഗം തമിഴ് ചിത്രമായിരുന്നു മദ്രാസ്കാരൻ എന്നുള്ളത്. ഏതായാലും ഈ ഒരു സിനിമ ഇപ്പോൾ ആഹാ തമിഴിലൂടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് കണ്ടതും. ഈ ഒരു സിനിമയെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ചിത്രത്തിന്റെ പ്രമേയം എന്നുള്ളത് ഞാൻ കാര്യമായിട്ട് സ്പോയിലർ ആക്കുന്നില്ല. കാരണം ഈ ഒരു സിനിമയുടെ കഥ പറയുകയാണെങ്കിൽ ഈ സിനിമയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിന് ശേഷം ഒരു ഇൻസിഡന്റ് സംഭവിക്കുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ പ്രതിപാദിക്കേണ്ടി വരും. സോ കാര്യമായിട്ടൊന്നും പറയുന്നില്ല, അത് നിങ്ങൾ കണ്ടു തന്നെ അറിയാം. എങ്കിലും ഒരു വൺലൈൻ പറയാം. നമ്മുടെ ചിത്രത്തിലെ നായകൻ ഒരു ക്രൈമിൽ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റിലെ ഒരു ക്രൈമിൻ്റെ ഭാഗമാകുകയാണ്. തുടർന്ന് അദ്ദേഹം നേരിടേണ്ടി വരുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ് ചിത്രത്തിൻ്റെ പ്രമേയം എന്ന് പറയാൻ സാധിക്കും. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വൺ ടൈം വാച്ചബിൾ സിനിമ എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം ഈ ഒരു സിനിമയുടെ കഥ എടുത്ത് നോക്കുകയാണെങ്കിൽ ചിത്രത്തിൻ്റെ ഈ ഒരു കഥയ്ക്കുള്ളിൽ ആക്ഷൻസ് ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം സസ്പെൻസ് എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു, ചെറിയ ട്വിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടോട്ടാലിറ്റിക്കുള്ളിൽ അത്യാവശ്യം നല്ല ഇമോഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കുമ്പോഴും ഈ സിനിമയുടെ കഥ എക്സിക്യൂട്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ തിരക്കഥയിലൂടെ കൊണ്ടുപോകുമ്പോഴത്തേക്കും അങ്ങനെ കാര്യമായിട്ട് നമുക്കൊരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഫീല് സിനിമ തരുന്നില്ല, അല്ലെങ്കിൽ കഥാപരമായിട്ട് തരുന്നില്ല. അതിപ്പം സിനിമയുടെ ഇമോഷൻ രംഗങ്ങളാകട്ടെ, അല്ലെങ്കിൽ ഇമോഷണലി ഉള്ള ഭാഗങ്ങളാകട്ടെ, അല്ലെങ്കിൽ ആ കൊണ്ടുവെക്കുന്ന ആക്ഷൻ പരിസരമാകട്ടെ, അല്ലെങ്കിൽ ആ ഒരു കുറച്ച് റിവഞ്ചും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ചിത്രത്തിനുള്ളിൽ എത്തുന്നുണ്ട്. അപ്പോൾ അതിനുള്ള റീസൺസ് ആകട്ടെ, ഇതൊന്നും തന്നെ നമുക്ക് അത്രയും ഇമ്പ്രസീവായിട്ട് തോന്നാത്ത രീതിയിലാണ് റൈറ്റർ ആ ഒരു എക്സിക്യൂഷൻ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് സിനിമയുടെ പ്രധാന പ്രശ്നം എന്നുള്ളത്. പിന്നെയും സിനിമ അത്യാവശ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷെയ്ൻ നിഗം ആകട്ടെ, കലയരസനാകട്ടെ, അതുപോലെ തന്നെ കരുണാസ് ആകട്ടെ തുടങ്ങിയവരൊക്കെ ഈ ഒരു ചിത്രത്തിൽ സുപ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുന്നു. ഇവരൊക്കെ തന്നെ അത്യാവശ്യം നീറ്റായിട്ടുള്ള പെർഫോമൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടും, അതുപോലെ സാം CS ആണ് മ്യൂസിക് വർക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പ്രസന്നകുമാറാണ് ചിത്രത്തിന്റെ DOP കാഴ്ച കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു ക്വാളിറ്റി സപ്പോർട്ടൊക്കെ കൊണ്ടും നമ്മൾ അത്യാവശ്യം ഇങ്ങനെ മുഷിപ്പില്ലാതെ കണ്ടുകൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ ഈ ഒരു സിനിമയുടെ ഒരു ട്രാക്ക് അല്ലെങ്കിൽ ഒരു പോക്ക് നോക്കുകയാണെങ്കിൽ ആദ്യ പകുതി എന്നൊക്കെ ഉള്ളത് വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടാണ് പോകുന്നത്. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോഴത്തേക്കും ചെറിയ സസ്പെൻസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവെക്കുന്നുണ്ട്. അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് തന്നെ അറിയാനൊക്കെ ആഗ്രഹമുണ്ട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക. പക്ഷേ അതെന്താണെന്ന് പയ്യെ റിവീൽ ചെയ്തെത്തുമ്പോൾ നമുക്ക് അത്രയും വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും നൽകുന്ന രീതിയിലായിരുന്നില്ല ആ ഒരു എഴുത്ത് നിന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു ടോട്ടാലിറ്റി എടുത്ത് പരിശോധിക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഒരു വൺ ടൈം വാച്ചബിൾ സിനിമ എന്ന് പറയാൻ സാധിക്കുന്ന ഒരു സിനിമയായിട്ടാണ് മദ്രാസ്കാരനെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു സിനിമ ഫാമിലി ആയിട്ടിരുന്ന് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയ മുഖം ചൊളിക്കുന്ന 18+ കണ്ടന്റ് ഒന്നുമില്ല. ആകെ കൂടി തുടക്കത്തിലൊരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു സോങ്ങും, അതുപോലെ തന്നെ സിനിമയ്ക്കുള്ളിൽ അവിടെയിടങ്ങളിലായിട്ട് കുറച്ച് രക്തം ചുരിയുന്ന കുറച്ച് വയലൻസ് കാഴ്ചകളൊക്കെയാണുള്ളത്. അത് മാത്രം ഒന്ന് മൈൻഡിൽ വെക്കാം. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് മാക്സിമം ഒരു 6 out of 10 ആണ് നൽകുന്നത്. 10/6. തീർച്ചയായും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെച്ചേക്കുക. നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.